വെൽക്കം ബാക്ക്. ഡൽഹി സെറ്റ് 1 2025 4th ക്വസ്റ്റ്യനാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. വൺ ഓഫ് ദ സീറോയിസ് ഓഫ് പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ കെ എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 3 ഈസ് മൈനസ് 3/2. ദ വാല്യൂ ഓഫ് കെ ഈസ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാല്യൂ ഓഫ് കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വാല്യൂ ഓഫ് കെ ഇത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു പോളിനോമിയൽ നമുക്ക് തന്നിട്ടുണ്ട്. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ട് വൺ ഓഫ് ദ സീറോയിസ് ഓഫ് പോളിനോമിയൽ. ഈ പോളിനോമിയലിൻ്റെ സീറോയിസ് എന്ന് പറയുന്നത് മൈനസ് 3/2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സീറോയിസ് ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ആ വാല്യൂ മൈനസ് 3/2 എന്ന് പറയുന്നത് ഈ എക്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എക്സിന് പകരം ഈ മൈനസ് 3/2 എന്ന് പറയുന്ന നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ 0 ആകും. അതാണ് ഈ സീറോയിസ് ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പി ഓഫ് എക്സ് എന്ന് എടുത്തെഴുതുക. ഇതിപ്പോൾ വൺ വേർഡായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ തന്നെ കൂടുതൽ മാർക്കിന് ഉള്ള ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. അതുകൊണ്ട് ഇത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തെഴുതുക. പി ഓഫ് എക്സ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പി ഓഫ് എക്സ് എന്താണോ തന്നിരിക്കുന്നത് അതങ്ങ് എടുത്തെഴുതുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്തോ പറഞ്ഞിട്ടുണ്ട്, സീറോയിസ് ഓഫ് ദ പോളിനോമിയൽ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതണം സിൻസ് ദ സീറോയിസ് ഓഫ് ദ പോളിനോമിയൽ ഈസ് മൈനസ് 3/2 ഈ പോളിനോമിയൽ ഈക്വൽ ടു 0. ഈ പോളിനോമിയൽ മാത്രം പി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എഴുതണ്ട. ഇനി പോളിനോമിയൽ മാത്രം എടുത്തെഴുതുക. അപ്പോൾ കെ എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 3 ഈക്വൽ ടു 0 എപ്പോഴാണ്? വെൻ എക്സ് ഈസ് മൈനസ് 3/2. എക്സ് മൈനസ് 3/2 ആകുമ്പോഴത്തേക്കും ഈ പോളിനോമിയൽ 0 ആകും. അത് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. വൺ ഓഫ് ദ സീറോയിസ് ഓഫ് ദ പോളിനോമിയൽ ഈസ് മൈനസ് 3/2 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഇങ്ങനെ ഒന്നുണ്ടാക്കിയത്. എന്താണ്? കെ എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 3 ഈ പോളിനോമിയൽ ഈസ് ഈക്വൽ ടു 0 വെൻ എക്സ് ഈസ് മൈനസ് 3/2 എന്ന് നമ്മളൊരു സെൻറ്റൻസ് അങ്ങ് എഴുതുക. എന്നിട്ട് ഈ ഇക്വേഷനിൽ എക്സിന് പകരം ഈ മൈനസ് 3/2 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, കെ എക്സിന് പകരം മൈനസ് 3/2 ഇട്ട് അതിൻ്റെ സ്ക്വയർ പോലെ നിർത്തി. ഇനി ഈ മൈനസ് അതുപോലെ തന്നെ എഴുതി 9 എക്സിന് പകരം മൈനസ് 3/2. 9x എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ 9 ഇൻറ്റു മൈനസ് 3/2. ഇവിടെയൊക്കെ നമുക്ക് തെറ്റുന്നതെന്ന് വെച്ചാൽ ഈ എക്സിൽ മൈനസ് 3/2 ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ സൈൻ അതുപോലെ അങ്ങ് എഴുതാൻ ശ്രമിക്കുക. പിന്നെ ഇക്വേഷൻ്റെ സൈനും അതുപോലെ അങ്ങ് എഴുതാൻ ശ്രമിക്കുക. അവിടെയാണ് നമുക്ക് തെറ്റ് വരുന്നത്, അത് ശ്രദ്ധിക്കുക. ഇനി എനിക്ക് 9x വരെ നമ്മൾ എഴുതി. 9 ഇൻറ്റു മൈനസ് 3/2 പ്ലസ് അടുത്ത പ്ലസ് 3 ഈക്വൽ ടു 0. ഇനി നോക്കിയേ കെ ഇൻറ്റു കെ അതുപോലെ തന്നെ എഴുതി ഇൻറ്റു മൈനസ് 3/2യുടെ സ്ക്വയറാണ്. മൈനസ് 3/2യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 3യുടെ സ്ക്വയർ എടുക്കണം, 2ൻ്റെ സ്ക്വയർ എടുക്കണം. അപ്പോൾ മൈനസ് 3യുടെ സ്ക്വയർ എടുക്കുമ്പോൾ മൈനസ് 3 ഇൻറ്റു മൈനസ് 3 3 ഇൻറ്റു 3 9 മൈനസ് പ്ലസ്. അപ്പോൾ വെറും 9 ആകും. 2ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 2 ഇൻറ്റു 2 4. അപ്പോൾ കെ ഇൻറ്റു 9/4 എന്നായി. ഈ മൈനസ് ഈ സൈൻ ആ മൈനസ് അതുപോലെ തന്നെ എഴുതി. ഇനി ഇവിടെ 9 ഇൻറ്റു മൈനസ് 3 ആണ്. അപ്പോൾ 9 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 27 ആണ്. 9 ഇൻറ്റു മൈനസ് 3 ആയതുകൊണ്ട് മൈനസ് 27 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ള റൂളെന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 മൈനസാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ പ്ലസ് ആകും, 2 പ്ലസ്സാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ പ്ലസ് ആകും, ഒരു പ്ലസ്സും ഒരു മൈനസും ആണെങ്കിലും മൈനസ് ആകും. ഇവിടെ ഫസ്റ്റിൽ മൈനസ് സെക്കൻഡിൽ പ്ലസ് ആണെങ്കിലും മൈനസ് ആകും. 2 മൈനസ് പ്ലസ് ആകും, 2 പ്ലസ്സും പ്ലസ് ആകും. ഏതെങ്കിലും ഒരെണ്ണം മൈനസ് ആണെങ്കിൽ ആൻസർ മൈനസ് ആയിരിക്കും മൾട്ടിപ്ലിക്കേഷനിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ 9 ഇൻറ്റു മൈനസ് 3 മൈനസ് 27/2 ഈ 2 അതുപോലെ എഴുതി. പ്ലസ് ഈ പ്ലസ് 3 ഈക്വൽ ടു 0. ഇനിയിപ്പോൾ നമുക്ക് ഒന്നുകൂടെ എഴുതാം. 9k/4 മൈനസ് ഓഫ് മൈനസ്. അപ്പോൾ അതിനെ പ്ലസ് ആക്കി, മൈനസും അടുത്ത് ഇങ്ങനെ വന്നപ്പോൾ പ്ലസ് ആയി. 27/2 പ്ലസ് 3 ഈക്വൽ ടു 0. ഇനി ഇത്
ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഉള്ള ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്തണമെങ്കിൽ ഡിനോമിനേറ്റർ കളഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ഡിനോമിനേറ്റർ കളയാൻ വേണ്ടിയുള്ള ഏറ്റവും എളുപ്പം ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിന് നോക്കുക, ഒരു 4ഉം ഒരു 2 ആണ്. ഇതിൽ വലിയ നമ്പർ വലുതിന് വെച്ചിട്ട് വലിയ നമ്പർ വെച്ചിട്ട് എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ കളയാനുള്ള മാർഗ്ഗം. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ഏറ്റവും വലിയ നമ്പർ എടുക്കുക എന്നൊന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിനകത്തുള്ള വലിയ നമ്പർ വെച്ച് എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 9/k × 4നെ മൾട്ടിപ്ലൈ ചെയ്യണം, 27/2നെ മൾട്ടിപ്ലൈ ചെയ്യണം, 3യെ മൾട്ടിപ്ലൈ ചെയ്യണം, 0യെ മൾട്ടിപ്ലൈ ചെയ്യണം. എല്ലാത്തിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മളെടുത്ത് 9/k × 4 9/k/4 × 4 ഇനി 27/2 × 4 പ്ലസ് 3 × 4 ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം ഈക്വൽ ടു 0 × 4. അപ്പോൾ എല്ലാത്തിനും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഈ 4ഉം ഈ 4ഉം വെട്ടും. ബാക്കി വരുന്നത് 9k ആണ്. ആ 9k എഴുതി. ഇനി ഈ 2യെയും ഈ 4നെയും വെട്ടാം. ഇതൊരു ടേമാണ്, ഇതൊരു ടേമാണ്, ഇതൊരു ടേമാണ്, ഇതൊരു ടേമാണ്. അപ്പോൾ ഈ 2ഉം 2 27 × 2 54 പ്ലസ് അതുപോലെ തന്നെ എഴുതി 3 × 4 12 ഈക്വൽ ടു 0 × 4 0. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള വേരിയബിൾസ് ഉള്ളത് ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനെയും റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 9k ഈക്വൽ ടു ഈ പ്ലസ് 54നെയും പ്ലസ് 12നെയും നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അഡീഷൻ ആണെങ്കിൽ അപ്പുറത്ത് സബ്ട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ പ്ലസ് ആണ് രണ്ടും, അപ്പോൾ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ ഈക്വൽ ടു -54 -12. ഇനി നമുക്ക് ഇവിടെ 54ഉം -12 ആണ്. അപ്പോൾ അഡീഷനിലുള്ള റൂളെന്ന് പറഞ്ഞാൽ രണ്ടും മൈനസ് ആണെങ്കിൽ അഡീഷനിൽ മൈനസ് ആയിരിക്കും. രണ്ടും മൈനസ് ആണെങ്കിൽ രണ്ടും കൂടെ കൂട്ടിയിട്ട് മൈനസ് സൈൻ അങ്ങ് ഇട്ട് കൊടുക്കുക. രണ്ടും പ്ലസ് ആണെങ്കിലും രണ്ടും കൂടെ കൂട്ടിയിട്ട് പ്ലസ് സൈൻ ഇട്ട് കൊടുക്കുക. ഒരെണ്ണം മൈനസും ഏതെങ്കിലും ഒരെണ്ണം മൈനസും ഒരെണ്ണം പ്ലസ്സും ആണെങ്കിൽ വ്യത്യാസം കാണുക, ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എടുത്തിട്ട് വലുതിൻ്റെ സൈന് നമ്പറിൽ വലുതേണ്ടതാണോ അതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് അഡീഷൻ റൂള്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കും -54 -12 ആണ്. -54ൻ്റെയും സൈനും -12ൻ്റെ സൈനും മൈനസ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് മൈനസും മൈനസ് തന്നെ സൈൻ വരും, കൂട്ടിയാൽ മതി. അപ്പോൾ മൈനസ് തന്നെ സൈൻ വന്നു. 54ഉം 12ഉം കൂടെ കൂട്ടുമ്പോൾ 66. രണ്ടും മൈനസ് ആയതുകൊണ്ട് നമ്മൾ കൂട്ടിയിട്ട് മൈനസ് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതാണ് അതിൻ്റെ റൂള്. അപ്പോൾ 9k = -66. ദെൻ k ഈക്വൽ ടു ഈ 9k പിന്നെ നമുക്ക് kയിലേക്ക് വരാം. k ഈക്വൽ ടു ഇവിടെ 9 × k എന്നാണ്. അപ്പോൾ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ -66/9 എന്നാവും. k ഈക്വൽ ടു -66 അതുപോലെ ഇട്ടു 9 / 9 എന്നാവും. ഇവിടെ 9 × k ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ -66/9 എന്ന് വരും. അപ്പോൾ -66നെയും -9നെയും നമുക്ക് 3 കൊണ്ട് മുകളിലും താഴെയും നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. അപ്പോൾ 9നെ നമ്മൾ വെട്ടുമ്പോൾ 1 3 is 3, 2 3s are 6, 3s are 9, 3 വരും. 3 കൊണ്ട് വെട്ടുമ്പോൾ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയുക, 3 കൊണ്ട് വെട്ടുക. 66നെ നമ്മൾ 3 കൊണ്ട് വെട്ടണം. താഴെ ഏത് നമ്പർ കൊണ്ടാണ് വെട്ടിയത് അതിനെ തന്നെ ആ നമ്പർ കൊണ്ട് തന്നെ മുകളിൽ വെട്ടണം. താഴെ നമ്മൾ 3 കൊണ്ടാണ് വെട്ടിയത്, അതുകൊണ്ട് മുകളിൽ നമ്മൾ 3 കൊണ്ട് തന്നെ വെട്ടണം. അപ്പോൾ 3 2s are 6, 3 2s are 6. അപ്പോൾ 22. അപ്പോൾ -22/3 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. -22/3. ഇതിവിടെ ഓപ്ഷനില്ലേ, നമുക്കിത് 1 വേർഡ് ആയതുകൊണ്ട് ഓപ്ഷനിൽ D ഓപ്ഷനുണ്ട്. ഇത് 1 വേർഡായിട്ട് ഇതിൽ ചോദിച്ചെങ്കിലും ഇത് കൂടുതൽ മാർക്കിന് ഒരു പുറകിലോട്ട് ചോദിക്കാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് പഠിക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും.